സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന കർശനമാക്കി. നിയമലംഘനം നടത്തിയ വാഹനങ്ങൾക്കെതിരെ പിഴ ഈടാക്കുകയും ചെയ്തു. ചെങ്ങന്നൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ആകെ 1.5 ലക്ഷത്തിലധികം രൂപയാണ് പിഴ ഇനത്തിൽ ലഭിച്ചത്. ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പരിശോധനകൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കി. നിയമലംഘനം നടത്തിയ വാഹനങ്ങൾക്കെതിരെ പിഴ ഈടാക്കുകയും ചെയ്തു. അതുപോലെ നല്ല ഇറക്കം അങ്ങോട്ട് പോകുന്ന കളമന സൈഡ് അപ്പോൾ എന്ത് ചെയ്യണം, സാധാരണ എല്ലാവരും ചെയ്യുന്നത് ടോപ്പ് ഗിയറിൽ അങ്ങോട്ട് ഇട്ടിട്ട് ബ്രേക്ക് കാലും വെച്ച് ഒരിക്കലും ചെയ്യരുത്. ഗിയർ ഡൗൺ ചെയ്തിട്ട് ആ ബ്രേക്ക് കാല് വെച്ച് വേണം പോകാൻ. ഗിയർ മാക്സിമം ഡൗൺ ചെയ്ത് പോവാം. അതുപോലെ ഉറക്കം വന്നാൽ ഒരു കാരണവശാലും പരീക്ഷിക്കും. മനുഷ്യന്റെ മനസ്സാണ് മാറ്റി ഒതുക്കണം. മാറ്റി ഒതുക്കി അയ്യപ്പന്മാർ എത്ര വേണം ഉണ്ടെങ്കിൽ മാറ്റി ഒതുക്കി നിർത്തി കണ്ണു മുഖമൊക്കെ വൃത്തിയായിട്ട് കഴുകി ഉറക്കമില്ലാന്ന് ബോധ്യപ്പെടുന്ന ശേഷം മാത്രമേ ഡ്രൈവ് ചെയ്യാവൂ കേട്ടോ. യാത്രക്കാരുടെ അവകാശമാണ് അവർ പറയുകയാണ് മീറ്റർ ഇടാൻ പറഞ്ഞാൽ അത് നമുക്ക് സൗകര്യമില്ല എന്നുള്ള സംഭാഷണമൊക്കെ വരില്ലേ? അങ്ങനെ ഒരിക്കലും പറയപ്പെടുന്നുണ്ട്. അത് പാടില്ല. ആ മീറ്റർ യാത്രക്കാരുടെ അവകാശമാണ്. ഫെയർ മീറ്റർ അത് ഡ്രൈവർ എന്നുള്ള നിലയിൽ താങ്കളുടെ ഉത്തരവാദിത്തമാണ്. അത് കറക്റ്റ് ഫെയർ മീറ്റർ വെച്ച് പ്രവർത്തിപ്പിക്കാം. യാത്രക്കാരൊന്നും പറയരുത്. കയറിയ സമയത്ത് സാർ എങ്ങോട്ടാണ് പോകേണ്ടത് മാന്യമായിട്ട് സംസാരിക്കും. സാർ എവിടേക്കാണ് പോകേണ്ടത് അതിൻ്റെ അടുത്ത് അപ്പം തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി പോസിറ്റ് ചെയ്യാൻ അറിയാം ആണോ? ഇത് അവിടെ ചെന്ന് ഇറങ്ങി എത്ര രൂപയാണ് മീറ്ററാണ് ഒരു ബാർഗിനെല്ലാം മാർക്കറ്റ് എന്ത് പറയുന്നത് പബ്ലിക്കിൻ്റെ അടുത്ത് വളരെ ബോധമുണ്ടല്ലോ. ചെങ്ങന്നൂർ ഭാഗത്ത് MC റോഡിൽ മുളക്കഴയിൽ വ്യാഴാഴ്ച വൈകിട്ട് 3 മണി മുതൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി പരിശോധന നടത്തി. പരിശോധനയോടൊപ്പം അശ്രദ്ധമായും നിയമലംഘനം നടത്തിയും വാഹനമോടിച്ചു വന്ന ആളുകൾക്ക് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. 243 വാഹനങ്ങൾ പരിശോധിച്ചതിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയത് 22 വാഹനങ്ങളിലാണ്. ആകെ 1,55,750 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. ചെങ്ങന്നൂർ ജോയിന്റ് RTO R പ്രസാദ്, MVIമാരായ അഭിലാഷ്, S ദിലീപ്, ചെങ്ങന്നൂർ ട്രാഫിക് പോലീസ് SI അബ്ദുൾ സത്താർ, ASI മായാദേവി, CPOമാരായ രാജീവ്, അനീഷ് മോൻ, CPOമാരായ വിനു വിജയൻ, വിജിത് കുമാർ എന്നിവരും മോട്ടോർ വാഹന വകുപ്പ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ടീം അംഗങ്ങളും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഈ അടുത്ത സമയത്തിന് വളരെ ദയനീയമായ ധാരാളം അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. ഈ സാഹചര്യത്തിൽ മനസ്സുകളും ഞങ്ങളുടെയും പോലീസിൻ്റെയും ജനങ്ങളുടെയും മനസ്സുകൾ ഉണർന്നത് അത്യന്താപേക്ഷിതമാണ്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും ബഹുമാനപ്പെട്ട RTO ആലപ്പുഴയുടെയും നിർദ്ദേശാനുസരണം ഒരു ബോധവൽക്കരണം, ചെക്കിങ് എന്നതിലുപരി ഒരു ബോധവൽക്കരണമാണ് ഇന്ന് ഈ വൈകിട്ട് 7 മണി വരെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ പോലീസിനോടൊപ്പം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചു വരുന്നത് കണ്ടാൽ അവരെ തടഞ്ഞു നിർത്തി മാന്യമായ ഭാഷയിൽ സംവേദനം നടത്തി കാര്യങ്ങൾ ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി വിടുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടും അത് യഥാസമയം ഓഫ് ചെയ്യാതെ കടന്നു പോകുന്ന പല വാഹനങ്ങളും ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊക്കെ വളരെ മാരകമായ റോഡ് അപകടങ്ങൾക്ക് ഹേതുവായിത്തീരുന്ന സംഭവങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ള കേസിലും നമ്മൾ അവരെ ബോധവൽക്കരിച്ച ഇൻഡിക്കേറ്റർ കൃത്യസമയത്ത് ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ വരുന്നത്, ടാക്സ് ഇല്ലാതെ വരുന്ന വാഹനങ്ങൾ, CF തീർന്നുപോയി വരുന്ന വാഹനങ്ങൾ, ഇൻഷുറൻസ് തീർന്നുപോയി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾക്കെതിരെ നമ്മൾ ചെല്ലാൻ തയ്യാറാക്കുന്നു. പൊതുവെ ഒരു ജാഗ്രത മനുഷ്യരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക. അവരിൽ ഉപദേശിച്ചും കൊണ്ട് അവരെ നന്നാവുമെങ്കിൽ, തെറ്റുകൾ തിരുത്തുമെങ്കിൽ അതൊരു യജ്ഞമായി ഞങ്ങൾ കണക്കാക്കും. CD നെറ്റ് ന്യൂസ്, മാന്നാർ.